ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞങ്ങളൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു സദ്യ തന്നെ ഉണ്ട് കേട്ടോ. വെജും നോൺ വെജും എല്ലാം ചേർന്ന ഒരു സദ്യയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് ഒരു പയറ് മെഴുക്ക് പുരട്ടിയാണ്. പയർ നമ്മൾ ആദ്യമേ വെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു. അപ്പം നമ്മുടെ പയറ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് ഒരു പരിപ്പ് കറിയാണ്. പരിപ്പ് നമ്മൾ നേരത്തെ തന്നെ ചൂടാക്കി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം അതിലേക്ക് ഒരു അരപ്പ് ചേർത്തിട്ടുണ്ട്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അരച്ച് അരപ്പം ചേർത്ത് കടുക് വറുത്തൊഴിക്കുമ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. ചിക്കൻ കറിയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഉള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് പറയാം. അടുപ്പയിലൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് അത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സവാളയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായി വഴണ്ടതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ എന്നിവയാണ് ചേർത്തത്. എല്ലാം നന്നായി ചേർത്ത് നന്നായി ഇളക്കി പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് ഇളക്കി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുക്കറിലല്ല വെക്കുന്നത്, അടുപ്പയിലാണ് വെച്ചിരിക്കുന്നത്. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമ്മൾ അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്തത് നമ്മളൊരു സലാഡാണ് ഉണ്ടാക്കുന്നത്. സലാഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നമ്മൾ ചെറുതായി അരിഞ്ഞ് അതിലേക്ക് തൈരും ചേർത്തെടുത്താൽ നമ്മുടെ സലാഡ് റെഡി. ഇനി നമ്മളൊരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഫിഷിൻ്റെ കറിയും ഉണ്ടാക്കുന്നുണ്ട്. മുരളി മീനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവയിട്ട് നന്നായി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് യോജിപ്പിച്ച് വയ്ക്കുക. അതിലേക്ക് മീനും പെറുക്കിയിട്ട് നമ്മൾ മുരളി മീനാണ് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പേര് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ മുരലെന്നാണ് പറയുന്നത്. അപ്പം മീൻ നന്നായി പുരട്ടി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി. അപ്പം നന്നായിട്ട് അതിനകത്തേക്ക് എരിവും ഉപ്പും ഒക്കെ പിടിക്കും. കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രം അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ മീൻ പെറുക്കിയിട്ട് രണ്ട് വശവും നമുക്ക് മൂപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇച്ചിരി കറിവേപ്പില ഇട്ടാൽ കൊള്ളാം. കറിവേപ്പില ഇല്ലാഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഇടാഞ്ഞത്. അപ്പം കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി രണ്ട് വശവും നമുക്ക് മൂപ്പിച്ച് എടുക്കാം. അപ്പം നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മീൻ കറിയാണ്. മുരലിൻ്റെ മീൻകറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു ചട്ടി അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2-3 ഉലുവ ഇട്ട് പൊട്ടിച്ചു. ഉലുവയും പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടിയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. തേങ്ങ അരച്ചതും ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വടക്കംപുളിയും ചേർത്ത് നന്നായി തിളയ്ക്കുമ്പോൾ മീൻ പെറുക്കിയിട്ട് നമ്മൾ നന്നായി വേവിച്ചെടുക്കുക. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കപ്പ വേവിച്ചതാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കപ്പ ഉള്ളത് കൊണ്ടാണ് അതും കൂടെ ഒന്ന് കാണിക്കുന്നത്. കപ്പ കഴുകി വൃത്തിയാക്കി അടുപ്പേ വെച്ച് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. പായസത്തിന് നല്ല ചവ്വരി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പായസം വെർമസിലിയാണ്. ഒരു പാത്രം അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും കിസ്മിസും ആദ്യമേ തന്നെ മൂപ്പിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ വെർമസിലിയും ചേർത്ത് നന്നായി മൂപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് നമ്മൾ വെർമസിലി വേവിച്ചെടുക്കുക. നന്നായി വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് നേരത്തെ നമ്മൾ മൂപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് നമുക്ക് റെഡിയായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കാം. നമ്മൾ ചേർത്തിട്ടില്ല, പാല് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങാപ്പാലിലാണെങ്കിൽ ടേസ്റ്റ് കൂടും. നമ്മൾ പശുവും പാലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ വെർമസിലി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഴയിലയും മുറിച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്